എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഇന്നത്തെ ദിവസം ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഷെയറുകളാണ്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 10 ഷെയറോളം നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതി നല്ല രീതി ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. വേറെ 1-2 ഷെയറിനകത്തും ചാൻസ് ഉണ്ട്, പക്ഷേ എങ്കിൽ അത് വീണ്ടും അപ് ട്രെൻഡിലോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് PSU കമ്പനികൾ, ഇതിനകത്ത് 4-5 എണ്ണം PSU കമ്പനികളാണ്. അതിൽ വന്നിട്ട് മോർണിംഗ് തൊട്ട് നല്ല ഹെവി മൂവ്മെൻറ്റ് അപ് ട്രെൻഡിലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ലാസ്റ്റ് ഒരു 2 മണി കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടെ പെട്ടെന്ന് നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി. അതിനകത്തുനിന്ന് ആൾക്കാർക്ക് നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഷെയറുകളുടെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഷോർട്ട് ടൈം വീഡിയോസിന് എടുത്ത ഷെയറുകൾ അത് ഏകദേശം നമ്മുടെ ആ പറഞ്ഞ റേഞ്ചിൽ തന്നെ കിടന്ന് ട്രേഡാകുന്നേ ഉള്ളൂ. ഇന്ന് മൂവ്മെൻറ്റ് ഒരു ഷെയർ പോലും കിട്ടിയിട്ടില്ല. മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ല പറഞ്ഞാൽ 10 രൂപ 15 രൂപയൊക്കെ വലിയ ഷെയറാണ്. 10 രൂപ 15 രൂപയൊക്കെ മുകളിൽ കയറി ഇറങ്ങി വന്നു. പക്ഷേ അതൊന്നും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പണിങ്ങിൽ തന്നെ ഹൈയിൽ വന്നിട്ട് ഇറങ്ങി വന്നതാണ്. പക്ഷേങ്കിൽ വരും ദിവസങ്ങളിൽ അതിനകത്ത് നമുക്ക് പ്രോഫിറ്റ് നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഈ ഷെയറിനകത്ത് നമുക്ക് ചാൻസുകൾ തന്ന ഒരു കുറേ ഷെയറിൻ്റെ കാര്യം നോക്കിയിട്ട് നമുക്ക് നാളത്തെ ഷെയർ ഏതൊക്കെയാണെന്ന് നോക്കാം. നാളെ ഇൻട്രാഡേ ട്രേഡിങ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഷെയറുകൾ. ആദ്യം നമ്മൾ നോക്കുന്നത് SJV എന്ന് പറയുന്ന ഷെയർ. ഇത് PSU കമ്പനിയിലുള്ള ഷെയറാണ്. അപ്പോൾ SJVN ഓപ്പണിങ് തൊട്ട് വൺ സൈഡ് മൂവ്മെൻറ്റ് അപ് ട്രെൻഡിൽ പോവും. അതിനുശേഷം ഈ R3 അവിടെ നിന്നാണ് അതൊന്ന് തിരിയുന്നത്. നമ്മൾ ഈ R3 ഈ 167 താഴെ വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. 67 എടുത്താൽ ഇവിടെ 2 രൂപ പ്രോഫിറ്റ് ഇവിടെ തരുന്നുണ്ട്. പക്ഷേ എങ്കിൽ 2 രൂപ നമ്മൾ നോർമൽ ബുക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യും, ഇതിന് മുകളിൽ 168 മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് വിട്ടേക്കുക. ഹൈ 168 ആ സമയത്ത്. 168 സ്റ്റോപ്പ് ലോസ് പോകും. നമുക്ക് 1 രൂപ ലോസ്. 100 ഷെയർ ഉണ്ടെങ്കിൽ 100 രൂപ ലോസ്. അതിനുശേഷം ഇത് വീണ്ടും പോയി പുതിയ ഹൈ അടിച്ചു. പുതിയ ഹൈ അടിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത ലെവലിൽ പോകുന്നുണ്ടോ നോക്കണം. അടുത്ത ലെവലിൽ പോകുന്നില്ല എങ്കിൽ തിരിച്ച് വീണ്ടും പഴയ ലെവലിന് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ പഴയ ലെവലിന് താഴെ വരുമ്പോൾ എൻട്രി എടുക്കും. നമ്മൾ ഇവിടെ ഒരു എൻട്രി 167 താഴെ വീണ്ടും ഇറങ്ങിയപ്പോൾ നമ്മൾ വീണ്ടും എൻട്രി എടുക്കും. വീണ്ടും എൻട്രി എടുത്താൽ നോക്കിക്കേ, ഇവിടെ നമുക്ക് ലോസ് 1 രൂപ. ഇവിടുന്ന് കിട്ടിയ പ്രോഫിറ്റ് നോക്കിക്കേ, 167 5 മിനിറ്റ് ഒറ്റ ക്യാൻഡിലല്ലാതെ 145 വരെ വന്നു. ഏകദേശം 22 രൂപ പ്രോഫിറ്റ്. നമുക്ക് ചെറിയൊരു ലോസ് ഇവിടെ വന്നു, പക്ഷേ 2ാം പ്രാവശ്യം നല്ലൊരു പ്രോഫിറ്റ് അവിടെ കിട്ടി. അതിന് ശേഷം നമ്മൾ ഹെർക്കുലീസ് എന്ന് പറയുന്നൊരു ഷെയർ. ഹെർക്കുലീസ് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി കട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കും. 990 വരെ എൻട്രി എടുത്താൽ നമുക്ക് 480 10 രൂപ നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം അത് വീണ്ടും പോയി ഹൈ പ്രീവിയസ് ഡേ ഇതിന് മുകളിൽ പോയി എന്ത് ചെയ്യും, R1 പോയിട്ട് തിരിയും. R1 പോകുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കും. ഇവിടെ എൻട്രി എടുത്താൽ 503 90 504 റേഞ്ച് വരെ എൻട്രി എടുത്താൽ നമുക്ക് 481 ഏകദേശം 19 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. വീണ്ടും ഇത് തിരിച്ച് കയറുന്നുണ്ട്, പക്ഷേ ഈ ലെവലിൽ വീണ്ടും പോകുന്നില്ല. അത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങി. നമ്മളപ്പോൾ വീണ്ടും ഇവിടെ വേണമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. 490 റേഞ്ച് വരെ എൻട്രി എടുത്താൽ നമുക്ക് 467 നമുക്ക് 22-23 രൂപ വീണ്ടും പ്രോഫിറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് 3 ചാൻസ് നമുക്ക് നല്ല രീതിയിൽ തരുന്നുണ്ട്. അതിനുശേഷം NHPC എന്ന് പറയുന്ന ഷെയർ. NHPC ഓപ്പണിങ്ങിൽ R1 R3 അടുത്ത് വരെ വന്നിട്ട് ഇറങ്ങി. പക്ഷേങ്കിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല. ഈ റേഞ്ചിലെങ്കിൽ നമുക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഇവിടെ മാത്രമാണ് ചാൻസ് വരുന്നത്. ഇവിടെ 109 കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 109 ജസ്റ്റ് ഒന്ന് കണ്ടു, പക്ഷേ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അത് തിരിച്ച് കയറി പോയിട്ടുണ്ട്. ഇവിടെ കട്ട് ചെയ്ത് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. 109 എൻട്രി എടുത്താൽ നമുക്ക് 98 വരെ 98.5 99 വരെ. അപ്പോൾ ഒരു 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട്. ഇത് PSU കമ്പനിയാണ്. അതിപ്പോൾ ലാസ്റ്റ് ടൈം 2 മണി കഴിഞ്ഞതിന് ശേഷം വന്ന സെല്ലിംഗ് ആണ് ഇതിനകത്ത്. അതിനുശേഷം ഓറിയൻറ്റ് ഹോട്ടൽ. ഓറിയൻറ്റ് ഹോട്ടൽ ഓപ്പണിങ്ങിൽ R1 മുകളിൽ പോയി നോക്കാം. CPR ഹൈ കാണാം, കണ്ടില്ലേ?
ഇത് R1 മുകളിൽ പോയി ജസ്റ്റ് ടച്ച് ചെയ്ത് ഇറങ്ങി. നമുക്ക് ഇവിടെ വേണേൽ എൻട്രി എടുക്കാം, അതല്ല എങ്കിൽ ഇവിടെ വേണേലും എൻട്രി എടുക്കാം. ഇവിടെ നിന്ന് എൻട്രി എടുത്താലും നമുക്ക് 138 നമുക്ക് 133.80. അപ്പം ഒരു 4 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടും. വീണ്ടും കയറി പോയി ലെവലിന് മുകളിൽ നിൽപ്പുണ്ടാവും. പിന്നെ തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരു എൻട്രി ഇവിടെ എടുത്താൽ 136 എൻട്രി എടുത്താൽ നമുക്ക് 132, വീണ്ടും ഒരു 4 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. ചെറിയ ഷെയറാണ്, അപ്പം നല്ല പ്രോഫിറ്റാണത്, നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം മുകുന്ദ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയർ, മുകുന്ദ് ലിമിറ്റഡ് ഓപ്പണിങ്ങിൽ R1 ടച്ച് ചെയ്ത് ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുത്ത് 208 എൻട്രി എടുത്താൽ 199, 197 റേഞ്ചിൽ 209, 197 എന്ന് പറയുമ്പോൾ 12 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം സ്വാൻ എനർജി പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോകുന്നുണ്ട്. നമുക്കിവിടെ ഹൈഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, ഇവിടം വരെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടത്തിന് താഴെ വരുമ്പോൾ എൻട്രി 693 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്ക് 675, 18 രൂപ. അതിനുശേഷം വീണ്ടും ഇറങ്ങുന്നുണ്ട് 672 റേഞ്ചിലോട്ട് വരുന്നുണ്ട് 21 രൂപ. അതിനുശേഷം JSL എന്ന് പറയുന്ന ഷെയർ, JSL പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇറങ്ങുന്ന സമയം നമ്മളിവിടെ ഒരു എൻട്രി എടുത്താൽ 609 ഒരു എൻട്രി എടുത്താൽ നമുക്ക് 594, 595, 609 റേഞ്ചിൽ നിന്ന് 594. അതിനുശേഷം വീണ്ടും തിരിച്ച് പോയി ഹൈ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നിട്ട് ഇതിന് മുകളിൽ പോവുക, അടുത്ത ലെവലിന് മുകളിൽ പോവുക, അതല്ലെങ്കിൽ തിരിച്ചിറങ്ങുകയാണെങ്കിൽ ഇവിടെ എൻട്രി കൊടുക്കുക. 614 ഒരു എൻട്രി കൊടുത്തായിരുന്നെങ്കിൽ 594, ഇവിടെ 20 രൂപ, ഇവിടെ ഏകദേശം 14-15 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം GMDC എന്ന് പറയുന്ന ഷെയർ, GMDC ആദ്യമേ നല്ല അപ് ട്രെൻഡ് വന്ന് R1 മുകളിൽ പോയി, പക്ഷെ ഇവിടെ വരുന്നില്ല. നമ്മൾ കട്ട് ചെയ്തതിന് ഇവിടെ 486 ഒരു എൻട്രി എടുത്താൽ നമുക്ക് 481 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ 4 രൂപയ്ക്ക് അടുത്ത് കിട്ടുന്നുണ്ട്. പക്ഷെ തിരിച്ച് വീണ്ടും പോയി ഹൈ അടിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. അടുത്ത ലെവലിൽ പോയി കട്ട് ചെയ്തു 499 റേഞ്ചിൽ നമുക്ക് എൻട്രി എടുക്കാം. ഇതിന് മുകളിലോട്ട് 506 റേഞ്ചിലോട്ട് സ്റ്റോപ്പ് ലോസ് ഇടാം. ഇവിടുന്ന് ഇടയ്ക്ക് വീണ്ടും കയറുന്നുണ്ട്, പക്ഷേങ്കിൽ താഴോട്ടാണ് പോയത്. പിന്നെ 483 നമ്മൾ 499 എടുത്ത് 484, 85 ആ റേഞ്ചൊക്കെ 15-16 രൂപ നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ കിറ്റെക്സ് എന്ന് പറയുന്ന ഷെയർ, നെറ്റ് സ്ലോ ആയി തോന്നുന്നു. ഇതും ഈ റേഞ്ച് ഒരു റേഞ്ചാണ്, ആ റേഞ്ചിൽ നിന്നാണ് അത് താഴോട്ട് കുറച്ച് പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് വിട്ടേക്കുക. ഇനി നമുക്ക് നാളത്തെ ഷെയർസ് എടുക്കുന്ന ഇത് വേണ്ട. ഒരു പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി അടിച്ചു, R1 പോയില്ല. നമ്മളിവിടെ കട്ട് ചെയ്യുമ്പോൾ എടുക്കും. ഈ റേഞ്ച് എടുത്തിട്ട് ഇതെത്ര 279, പക്ഷെ അന്നേരം സ്റ്റോപ്പ് ലോസ് ഇച്ചിരി ഹൈ ആണ്. നമ്മളെന്നാലും ആ ഹൈ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കളിക്കണം. 79-80 റേഞ്ചിലെടുത്താൽ നമുക്ക് 265 സംതിങ് 14 രൂപീസിനടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ട്രേഡിങ്ങിൽ. ഇനി നാളത്തെ ഷെയർസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
നാളെ ഇത്രയും 18 ഷെയറാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഓൾമോസ്റ്റ് ആവറേജ് വന്നിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഷെയറുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. പകുതി ഷെയറും PSU കമ്പനികളാണ്. എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇതെല്ലാം ഈ ആവറേജ് വരുവാണെങ്കിൽ നല്ല സെല്ലിങ് ചാൻസ് തരും. ഒന്നാമത്തെ PSU കമ്പനി SJVN, GMDC, NHPC, MRPL, RateGain, NBCC ഇതെല്ലാം PSU കമ്പനികളാണ്. അപ്പോൾ RateGain എല്ലാം തോന്നുന്നു, RateGain PSU കമ്പനിയല്ല. ബാക്കിയെല്ലാം ഈ ആവറേജിന് മുകളിൽ ട്രേഡായിട്ട് ഇറങ്ങാൻ തുടങ്ങിയാൽ നല്ല ചാൻസ് തരും. ബാക്കിയുള്ള ഷെയറിനകത്ത് നമുക്ക് നോർമൽ ചെയ്യുന്ന പോലെ പ്രീവിയസ് ഡേ ഹൈ ആയിട്ടുള്ള ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുമോ, അതല്ല R1 R2 പോയിട്ട് R3 ഏത് റേഞ്ചാണോ പോയിട്ട് ഇറങ്ങുന്നത് ആ റേഞ്ചിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ നമ്മൾ എൻട്രി എടുത്ത് കൊടുക്കുക. അന്നേരം വരുന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. ഇതാണ് നിഫ്റ്റി. കഴിഞ്ഞ ദിവസം ഈ നിഫ്റ്റി ഞാൻ വീഡിയോയിലാണോ പറഞ്ഞത് അതോ ഗ്രൂപ്പിലാണോ പറഞ്ഞത് ഓർമ്മയില്ല. ആവറേജ് വന്നിട്ട് ചാൻസ് താഴോട്ട് പോകാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് ആവറേജിന് മുകളിൽ ജസ്റ്റ് വന്നു, അതിനുശേഷം നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി. ബാങ്ക് നിഫ്റ്റിയും ഇന്നത്തെ മൂവ്മെൻറ്റ് മൈനസ് ആണെങ്കിലും അത്ര ഒരു വീക്ക്നെസ് അല്ല കാണിക്കുന്നത്. SBIയുടെ റിസൾട്ട് അഴുക്കായിരുന്നു, പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, എന്തായാലും നോക്കാം. നാളെ ലെവൽസ് വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക. അപ്പോൾ ഓക്കെ, നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.